ഫാം അങ്ങനെയല്ല, കച്ചവടമൊക്കെ നടക്കൂലേ. എനിക്ക് പെറ്റ്സിന് ഇഷ്ടമാണ്, അപ്പൊ ഞാൻ കളക്ട് ചെയ്യുന്നുള്ളത് ബിസിനസിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ലെവലിലോട്ട് പോവല്ലേ. കുതിര ഉടനെ മേടിക്കൂ. വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്, പക്ഷേ കുതിരയെ കുറിച്ച് കുറച്ചും കൂടെ അറിയണം. ഈ നമ്മൾ ചുമ്മാ ഒരു പാഷൻ ചെയ്യുമ്പോൾ കുറെ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ പറ്റില്ലോ. അതിന്റെ കുറച്ച് കെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയുന്നത്. അപ്പൊ കാളക്കുട്ടി അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ? കാളക്കുട്ടി ഞാൻ ഒരു 1.5 മാസത്തോളം അതിന്റെ പുറകെ നിന്ന്. നന്ദു എന്നാ പേരില്ലേ? നന്ദു. അത് മോൾക്ക് നന്ദിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നന്ദി എപ്പോഴും കാളെ കാണുമ്പോൾ നന്ദി എന്നുള്ള പേരെ അറിയാവും. അപ്പൊ വണ്ടിയിൽ നിന്ന് കൊണ്ടിറങ്ങിയപ്പോഴും മോള് നന്ദി എന്നാണ് വിളിച്ചത്. പിന്നെ മാറ്റിയില്ല ഞങ്ങള് അങ്ങനെ തന്നെ. ഞാൻ ഷോർട്ടാക്കി നന്ദു. കുതിര അല്ലാതെ വേറെ എന്തൊക്കെ മേടിക്കാനുള്ള പ്ലാനാണ്? കുതിരയും കൂടെ വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്. കുട്ടിയായിരിക്കും അതാ? കുട്ടിയെ വളർത്താൻ കുറച്ച് പാടാണ്. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുട്ടിയെ വളർത്തി കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ഇങ്ങനെ റൈഡിങ്ങിനൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം കുട്ടിയെ വാങ്ങിക്കില്ലായിരിക്കും, കുറച്ച് വലുതായിരിക്കും വാങ്ങിക്കും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പട്ടിക്കുട്ടിയെ പോലെ കുതിര കുട്ടിയെ വാങ്ങിക്കുന്നതായിരിക്കും എളുപ്പം. കുതിര മേടിക്കുന്നതായിരിക്കും.